പൊട്ടി മോനെ പൊട്ടി പൊട്ടി. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഈ ഒരു ഫോണിനെ കുറിച്ചാണ്. ഹോണറിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള ഹോണർ X9C 5G എന്ന മോഡലാണ് എൻ്റെ കയ്യിലുള്ളത്. ഒരുപാട് നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന നല്ലൊരു ഫോണാണിത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള ഹോണറിന്റെ X9B എന്ന മോഡൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു മോഡലാണ്. ഒരുപാട് നല്ല കസ്റ്റമർ റിവ്യൂ ഒക്കെ കിട്ടിയിട്ടുള്ള ഫോണാണത്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ഫോൺ വന്നിട്ടുള്ളത്. അപ്പോൾ അത് എന്താ ഏതാന്നൊക്കെ നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് ബോക്സിൽ എന്തൊക്കെ ആക്സസറീസ് ആണ് വരുന്നത് എന്നൊക്കെ നോക്കിയതിനു ശേഷം നമുക്ക് ഫോണിലേക്ക് പോവാം. അപ്പോൾ എന്തായാലും അത് കണ്ടിട്ട് വരാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫോണാണ്. ഫോൺ നമുക്കിവിടെ മാറ്റി വെക്കാം ബൂട്ടിങ്ങിൽ ഇട്ടതിന് ശേഷം. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് ബോക്സിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ, ടൈപ്പ് സി ടു USB കേബിൾ, സിം എജക്റ്റിംഗ് ടൂള്, ഒരു സിലിക്കോൺ കേസ്, പിന്നെ നമ്മളെ ഫോൺ. ഇത്രയാണുള്ളത്. ഇതൊക്കെ നമുക്ക് മാറ്റി വെക്കാം, എന്നിട്ട് നമ്മളെ ഫോണിലേക്ക് പോവാം. അപ്പം ഇതാണ് നമ്മളെ ഫോൺ. 4 കളറിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. സൺറൈസ് ഓറഞ്ച് എന്നുള്ള ഈ ഒരു കളറ്, ടൈറ്റാനിയം ബ്ലാക്ക്, ടൈറ്റാനിയം പർപ്പിള്, പിന്നെ ജേഡ് സിയാൻ എന്നുള്ള ഒരു കളറുമാണ് ഉള്ളത്. ഈ ഒരു ഓറഞ്ച് കളർ വാഗൺ ലെതർ ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് മുമ്പത്തെ ഓണർ X9Bയിലും ഇതേ ഒരു ഡിസൈനൊക്കെ തന്നെയാണ് ഈ ഒരു ഓറഞ്ച് കളറിൽ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഗോൾഡ് ഫിനിഷിൽ ഓണർ എന്ന് എഴുതിയതും കാണാൻ പറ്റും. ഇതിൽ വരുന്ന ബാക്കി 3 കളറും പോളി കാർബണിൽ PMMA എന്നുള്ളൊരു മെറ്റീരിയലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഒക്കെ തന്നെയാണ്. പക്ഷെ ഫുൾ പ്ലാസ്റ്റിക് ബോഡിയിലാണ് അത് വരുന്നത്. ഇത് വരുന്നത് ഒരു വാഗൺ ലെതർ ഫിനിഷിലാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ സ്ക്രാച്ചോ കാര്യങ്ങളോ ഫിംഗർ പ്രിന്റ് അടയാളങ്ങളോ ഒന്നും തന്നെ വരില്ല. കുറച്ചും കൂടെ നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ കിട്ടുന്നത് ഈ ഒരു ഓറഞ്ച് കളറിലാണ്. ഈ ഒരു ഫോണിന്റെ കളർ കോമ്പിനേഷൻ അടിപൊളിയാണ്. ഇവിടെ വരുന്നതിന്റെ ഏകദേശം ഒരു കളറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഒരു ഗോൾഡ് കളർ. സൈഡിൽ മൊത്തമായിട്ട് ഇവിടെ ഒരു ഗോൾഡ് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇവിടെയൊക്കെ തന്നെ ഒരു ഗോൾഡ് ഫിനിഷാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ബാക്ക് സൈഡ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ മറ്റേ കളർ വരുമ്പോഴും അതേപോലെ തന്നെയാണ് വരുന്നത്. ഏകദേശം ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇവിടെ വരുന്ന ഒരു കളർ ഏകദേശം ലൈറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈ റിങ്ങിലും സൈഡിലൊക്കെ തന്നെ. അതുകൊണ്ടാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ ഒരു ഡിസൈനൊക്കെ തന്നെ. അപ്പോൾ ഫോൺ ഇങ്ങനെ കയ്യിൽ പിടിക്കുന്ന സമയത്ത് അത്ര വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. 189 ഗ്രാം മാത്രമുള്ള ഇതിനൊരു ഭാരം വരുന്നത്. അതുപോലെ തന്നെ 7.9 mm ആണ് തിക്നെസ്സും വരുന്നത്. ഇതേ ഒരു തിക്നെസ്സും വെയിറ്റും ഒക്കെ തന്നെ ആയിരുന്നു X9Bയിൽ ഉണ്ടായിരുന്നത്. അതിലൊന്നും യാതൊരു മാറ്റം വരുത്തിയിട്ടില്ല. പിന്നെ ഫോണിൻ്റെ ഇവിടെ ആയിട്ടാണ് പവർ ബട്ടൺ, പിന്നെ വോളിയം ഫോക്കസ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്കാണ് മേലെ വരുന്നത്. പിന്നെ ഇവിടെ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. താഴെ ഭാഗത്ത് ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, മെയിൻ മൈക്ക്, സ്പീക്കർ ഗ്രില്ല്, സിം ട്രേ. നമുക്ക് ഈ ഒരു സിം ട്രേയിൽ 2 സിം കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ മെമ്മറി കാർഡ് ഇടാൻ പറ്റില്ല. അപ്പോൾ ഈ ഫോണിന്റെ ടോട്ടലി ബിൽഡ് ക്വാളിറ്റി നോക്കുന്ന സമയത്ത് അടിപൊളിയാണ്. കയ്യിലൊക്കെ പിടിക്കുന്ന സമയത്ത് യാതൊരു രക്ഷയില്ല. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹോണർ X9Bയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. താഴത്തിട്ടിട്ടും വെള്ളത്തിലിട്ടിട്ടൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫോൺ. എന്നിട്ട് പോലും ഡിസ്പ്ലേ പൊട്ടുന്നില്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരുന്നു X9Bയിൽ വന്നിട്ടുള്ളത്. അതിലും കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോൺ കൊടുത്തിട്ടുള്ളത്. 2 മീറ്റർ ഹൈറ്റിൽ നിട്ടാൽ പോലും, ഏത് സർഫസിൽ ഇട്ടാൽ പോലും ഈ ഫോണിന്റെ ഡിസ്പ്ലേ പൊട്ടൂല. കാരണം ഡബിൾ പ്രൊട്ടക്ഷനാണ് ഈ ഒരു ഡിസ്പ്ലേക്ക് കൊടുത്തിട്ടുള്ളത്. അതേ ഒരു പ്രൊട്ടക്ഷനാണ് ക്യാമറ റിയർ ലെൻസിനും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാമറ ഇങ്ങനെ കുത്തി വീണാലും ക്യാമറ റിയർ ലെൻസൊന്നും പൊട്ടൂല. അത്രയും സ്ട്രോങ് ആണ് ഡിസ്പ്ലേ ഈ ക്യാമറൻ്റെ ഈ ഒരു ഗ്ലാസും വരുന്നത്. ഞാൻ ഇതിന് മുമ്പ് ഓപ്പോൻ്റെ ഫോൺ ഇതേപോലെ താഴെ ഇട്ട് കാണിച്ച സമയത്ത് അതിൽ കുറേ കമൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ താഴെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേ പൊട്ടൂല, പക്ഷെ ഉള്ളിലെ പാർട്സിന് ഡാമേജ് വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആ ഒരു പ്രശ്നം ഈ ഒരു ഫോണിന് വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ റബ്ബർ പ്രൊട്ടക്ഷനൊക്കെയാണ് ഇതിൻ്റെ ബോർഡുകൾക്കും ആക്സസറീസിലും ഒക്കെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വീണിട്ടുണ്ടെങ്കിൽ ഒരു ഷോക്ക് ആബ്സർ പോലെ അത് അവിടെ നിൽക്കും എന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല പ്രൊട്ടക്ഷനാണ് ഉള്ളിലും കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫോൺ IP65M വാട്ടർ റെസിസ്റ്റൻസ് ആണ് വരുന്നത്. അപ്പൊ M എന്ന് പറയുന്നത് മൂവബിൾ ആയിട്ടുള്ള വാട്ടർ റെസിസ്റ്റൻസ് ആണ്. വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ മൂവ് ആക്കി കളിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളത്തിലിട്ട് കഴുകിയിട്ട് ഇങ്ങനെ എടുക്കാം, അങ്ങനെയുള്ള മാത്രമേ പറ്റുള്ളൂ ഇതിൽ. അതായത് IP68ന്റെ ആ ഒരു റേറ്റിംഗ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അതായത് വെള്ളത്തിൽ ഒരു 30 മിനിറ്റ് ഒക്കെ ഇട്ട് വെക്കുന്ന പരിപാടി ഒന്നും നടക്കൂല അതിൽ. അല്ലെങ്കിൽ 1.5 മീറ്റർ വരെ വെള്ളത്തിന്റെ അടിയിൽ വെക്കാനോ ഒന്നും ഈ ഫോൺ പറ്റൂല. പിന്നെ ഈ ഒരു ഫോണിന് ഹീറ്റ് റെസിസ്റ്റൻസും കൊടുത്തിട്ടുണ്ട്. അതായത് -30 ഡിഗ്രി മുതൽ +55 ഡിഗ്രി വരെ നമുക്ക് ഈ ഫോണ് ചൂടായിട്ടുണ്ടെങ്കിൽ പോലും യാതൊരു കുഴപ്പവും വരൂല എന്നാണ് കമ്പനി പറയുന്നത്. അത്രയും ഇതിൽ നമുക്ക് ഈ ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. അതിനുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫോണിന്റെ ഡിസ്പ്ലേ സൈഡ് നോക്കുന്ന സമയത്ത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള, നല്ല ഷാർപ്പായിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് കിട്ടുന്നത്. വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഏത് വ്യൂവിലും നമുക്ക് നല്ല ക്വാളിറ്റിയിൽ തന്നെ വീഡിയോ കാണാൻ പറ്റുന്നുണ്ട്. 6.78 ഇഞ്ചിന്റെ 1.5 റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് കിട്ടുന്നത്. അതുപോലെ AMO LED 120 Hz റിഫ്രഷ് റേറ്റ് ആണ് ഈ ഡിസ്പ്ലേക്ക് വരുന്നത്. പിന്നെ 4000 Nits ആണ് ഇതിന്റെ മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്.
അതുകൊണ്ട് തന്നെ ഏത് സിറ്റുവേഷനിലും എത്ര വെയിലുള്ള സമയത്ത് നിങ്ങൾ പുറത്ത് പോയിട്ട് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും നല്ല ബ്രൈറ്റ് ആയിട്ടും നല്ല ക്ലിയർ ആയിട്ടും നമുക്ക് ഈ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. അത് നിങ്ങൾ ഇവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ തന്നെ തീരെ ബെസൽസ് ഇല്ലാത്ത ഡിസ്പ്ലേ, ഒരു ഫുൾ ഡിസ്പ്ലേ നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. അത് പിന്നെ നിങ്ങൾക്കറിയാം നമ്മൾ ഈ ഒരു ഫോൺ വരുന്നത് കർവ്ഡ് ഡിസ്പ്ലേ ആണെന്ന്, എഡ്ജ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ ടോട്ടലി ഈ ഒരു ഡിസ്പ്ലേ സൈഡ് നോക്കുന്ന സമയത്ത് ഒരു രക്ഷയില്ല, അടിപൊളി ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ഇനി ഫോണിൽ വരുന്നത് ആൻഡ്രോയിഡ് 14 മാജിക് OS 8.0 ആണുള്ളത്. അപ്പോൾ ഈ ആൻഡ്രോയിഡ് 14 എന്നുള്ളത് 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേഷനും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേഷനും കമ്പനി പറയുന്നുണ്ട്. അതുപോലെ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 6 Gen 1 5G ഒക്ടാ കോർ പ്രൊസസ്സറാണ് നമ്മൾ ഈ ഫോണിലുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റും X9-ലുള്ള അതേ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ മാറ്റം മാത്രമേ ഇതിൽ വരുത്തിയിട്ടുള്ളൂ. പിന്നെ ഈ ഒരു ഫോൺ ഒരു വേരിയന്റിലാണ് വരുന്നത്. 12GB റാമിൽ 256GB സ്റ്റോറേജിലാണ് ഉള്ളത്. അപ്പോൾ ഈ 12GB റാം എന്നുള്ളത് നമുക്ക് 12GB കൂടെ എക്സ്പെൻഡബിൾ ആണ്. അങ്ങനെ 24GB ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ 12GB ആൻഡ് 256GBക്ക് UI വരുന്ന പ്രൈസ് 1299 ദിറംസ് ആണ്. ഇപ്പോൾ ഈ ഒരു ഫോണ് നിലവിൽ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. LPDDR4X ആണ് റാം വരുന്നത്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മെമ്മറി കാർഡ് ഇട്ടിട്ടൊന്നും എക്സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള സ്ലോട്ടും കാര്യങ്ങളൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൽ വരുന്ന ഈ പ്രൊസസ്സറും ഗ്രാഫിക്സ് ഒക്കെ വെച്ചിട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഗെയിംസ് ഒക്കെ നമുക്ക് ഇതിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ അതിൽ ഗെയിം കളിച്ച സമയത്ത് എനിക്ക് വലിയൊരു പ്രോബ്ലം ആയിട്ടും തോന്നിയിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിക്കാൻ പറ്റിയിട്ടുണ്ട്. കുറച്ചധികം സമയം തന്നെ ഗെയിം കളിച്ചിട്ട് പോലും ഒരു ഹീറ്റൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം. ഇനി ഫോണിന്റെ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ 2 ക്യാമറ ആണ് ഫോണിൽ വരുന്നത്. 108 മെഗാ പിക്സലിന്റെ ഒരു ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനോട് കൂടിയുള്ള ഒരു ക്യാമറ ആണ് വരുന്നത്. പിന്നെ 5 മെഗാ പിക്സൽ ഒരു അൾട്രാ വൈഡ് ക്യാമറ, 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. Honor X9B നമുക്ക് 3 ക്യാമറ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഇതിൽ 2 ക്യാമറ ആണ് കിട്ടുന്നത്. ഇനി ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിയ ഓപ്ഷൻസ് അപ്പേച്ചർ മോഡ്, നൈറ്റ് മോഡ്, പോർട്രേറ്റിൽ ബ്യൂട്ടി ഓപ്ഷന്, ഫിൽറ്റർ മോഡ് അങ്ങനെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഫോട്ടോയിലും ഫിൽറ്റർ മോഡ്, ബ്യൂട്ടി ഓപ്ഷന് അതൊക്കെ കൊടുത്തിട്ടുണ്ട്. AI ഓപ്ഷന് അങ്ങനെ തുടങ്ങിയിട്ടെല്ലാം തന്നെ ഇതിലും വരുന്നുണ്ട്. വീഡിയോയിൽ മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റുന്നത് റിയർ ക്യാമറയിൽ 4K 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. സെൽഫി ക്യാമറയിൽ എടുക്കാൻ പറ്റുന്നത് ഫുൾ HDയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ വരുന്നത് കൊണ്ട് തന്നെ ഷേക്ക് കൂടാത്ത വീഡിയോസ് നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റും. അതൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് മോർ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ പ്രോ മോഡ്, സ്ലോ മോഷൻ, പനോരമ, HDR ഫോട്ടോ, ടൈം ലാപ്സ്, വാട്ടർമാർക്ക്, ഐറേസ്, സ്റ്റോറി, ഡോക്യുമെന്റ്, ഇത്രയും ഓപ്ഷനാണുള്ളത്. അത്യാവശ്യം വേണ്ട ക്യാമറ ഓപ്ഷൻസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ക്യാമറയിൽ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസിന്റെ വീഡിയോസിന്റെ സാമ്പിൾസ് നമുക്ക് ഇവിടെ നോക്കി നോക്കാം. അപ്പോൾ ഇതിന്റെ റിയർ ക്യാമറയിൽ എടുത്തിട്ടുള്ള ഡിഫറെന്റ് ഓപ്ഷനിൽ എടുത്തിട്ടുള്ള ഫോട്ടോസിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. പോർട്രേറ്റിൽ എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ അടിപൊളിയാണ്. അതുപോലെ സൂം ചെയ്തെടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും. നല്ല ഷാർപ്പായിട്ടുള്ള ഫോട്ടോസും നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ ഒക്കെ കിട്ടുന്നത്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫോട്ടോസും കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടും ഈ ഒരു പ്രൈസിന് ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ നൈറ്റ് മോഡിൽ എടുത്തിട്ടുള്ള ഫോട്ടോസും നോർമൽ ഫോട്ടോസും തമ്മിലുള്ള ഒരു ഡിഫറൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നല്ല ഷാർപ്പായിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ ആണ് നൈറ്റ് മോഡിൽ എടുത്ത സമയത്ത് കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് നൈറ്റിൽ എടുത്തിട്ടും കിട്ടുന്നുണ്ട്. പിന്നെ നോർമൽ സെൽഫി ക്യാമറയിൽ എടുത്തിട്ടുള്ള ഫോട്ടോസും കാണാം. അതും നല്ല ഷാർപ്പായിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ് കിട്ടുന്നത്. ഇപ്പോൾ ഈ സെൽഫി ക്യാമറയിൽ എടുക്കാൻ പറ്റുന്ന വീഡിയോൻ്റെ മാക്സിമം ക്വാളിറ്റി ഫുൾ HDയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. അപ്പോൾ വീഡിയോൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കുഴപ്പമൊന്നുമില്ല, ഒരു നാച്ചുറൽ കളറൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ ഇതിൽ സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ വരുന്നില്ല. അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ഷേക്കൊക്കെ ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറയാണ് ഇതിൽ കിട്ടുന്നത്. അടിപൊളി. ഇപ്പോൾ വീഡിയോൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. 4K 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഇതിൽ മാക്സിമം എടുക്കാൻ പറ്റുന്ന വീഡിയോ ക്വാളിറ്റി. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്നത് കൊണ്ട് തന്നെ ഷേക്ക് കൂടാത്ത വീഡിയോസ് നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ 1x ഇട്ടിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഈ 1x എടുക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് 4K റെസൊല്യൂഷനിൽ കിട്ടുള്ളൂ. അത് അൾട്രാ വൈഡിലേക്ക് മാറുന്ന സമയത്ത് അത് ഫുൾ HDയിലേക്ക് പോകും. അത് നോർമലി ഓൾമോസ്റ്റ് ഫോണിലും അങ്ങനെ തന്നെയാണ് ഉള്ളത്. എത്രമാത്രം ക്വാളിറ്റി ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് ക്യാമറയിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഫുൾ HDയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. ഇത് അൾട്രാ വൈഡ് മോഡിൽ ഇട്ടിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അൾട്രാ വൈഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വൈഡായിട്ട് എടുക്കണമെങ്കിൽ ഫുൾ HD മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും.
വലിയ കുഴപ്പമൊന്നുമില്ല ഇതിലും. ഇനി നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് അതിൽ എന്തെങ്കിലും വേണ്ടാത്ത ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്തിട്ട് കളയാം. അതിനുള്ള ഓപ്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം വരുന്ന ചില ഫോണുകളിലൊക്കെ ഈ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. എറേസ് എടുത്തിട്ട് എവിടെയാണോ വേണ്ടത് അവിടെ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം എറേസ് ചെയ്ത് പോകുന്നതാണ്. ആ ഒരു ഭാഗം പോയി. ചില സമയത്താവും നമ്മൾ നല്ല ഫോട്ടോ എടുക്കുക. നല്ല ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇതേപോലെ എന്തെങ്കിലും വേണ്ടാത്ത ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വരുമ്പോഴാണ് ആ ഫോട്ടോത്തിന് ബോറായിട്ട് തോന്നുക. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ നല്ലതാണ്. ഇനി ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും ഫേസ് ലോക്കാണ് സെക്യൂരിറ്റി ലോക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫിംഗർ പ്രിന്റ് സെൻസർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ജസ്റ്റ് ഫിംഗർ ഇങ്ങനെ ടച്ച് ആകുമ്പോൾ തന്നെ സെൻസ് ആയിട്ട് വരുന്നത്. യാതൊരു ഡിലേ കാര്യങ്ങളുമില്ല. എല്ലാം ഇങ്ങനെ വെക്കുന്നുള്ളൂ. അത്രയും സ്പീഡിൽ സെൻസ് ആവുന്നുണ്ട്. അതുപോലെ ഫേസ് ലോക്ക് നല്ല സ്പീഡിൽ തന്നെ സെൻസ് ആയിട്ട് വരുന്നുണ്ട്. യാതൊരു ഡിലേ കാര്യമില്ല. ഇപ്പോൾ ഫിംഗർ പ്രിന്റ് സെൻസറും ഫേസ് ലോക്കും നല്ല സ്പീഡിൽ തന്നെ വർക്ക് ആവുന്നുണ്ട്. ഇനി ഫോണിൽ വരുന്ന കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വൈഫൈയിൽ 2.4ഉം 6 GHz സപ്പോർട്ടാണ്. പിന്നെ വൈഫൈ ഹോട്ട്സ്പോട്ട് വരുന്നുണ്ട്. സ്ക്രീൻ റെക്കോർഡിങ്, സ്ക്രീൻ മിററിങ്, NFC, പിന്നെ ലിങ്ക് ടു വിൻഡോസ് ഡിവൈസ്, അങ്ങനെ തുടങ്ങിയിട്ട് കുറേ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫോണിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 6600 mAh ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. വലിയ ഹൂജ് ബാറ്ററി കപ്പാസിറ്റിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു രക്ഷയില്ല. X9Bയിൽ 5800 mAh ബാറ്ററിയാണ് വരുന്നത്. അപ്പൊ X9Bയും X9Cയും രണ്ടും നോക്കുന്ന സമയത്ത് യാതൊരു മാറ്റവും ഇല്ല ഡിസൈനിലും തിക്നെസ്സിലും വെയിറ്റിലും ഒന്നും തന്നെ. അത് എങ്ങനെ വന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ലിത്യം അയൺ ബാറ്ററിയാണ് X9Bയിൽ കൊടുത്തിട്ടുള്ളത്. എന്നാൽ നമ്മൾ ഈ ഒരു ഫോണിൽ സിലിക്കോൺ കാർബൺ ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ സിലിക്കോൺ കാർബൺ ബാറ്ററിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഏതൊരു ചെറിയ പ്ലേസിൽ പോലും വലിയ ബാറ്ററി കപ്പാസിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും സ്ലിം ആയിട്ടും ഇത്രയും വെയിറ്റ് കുറച്ചിട്ടും ഇറക്കിയിട്ടുള്ളത്. അതുകൂടാതെ 66 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും ബോക്സിന്റെ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം 6600 mAh ബാറ്ററി ഒക്കെ ചാർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഇത്രയും പവറുള്ള ചാർജറൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ ചാർജ് കയറുള്ളൂ. ഈ 6600 mAh ബാറ്ററി വരുന്നത് കൊണ്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. 2 ദിവസമൊക്കെ ഒരു നോർമൽ യൂസിൽ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. അതുപോലെ ഹെവി യൂസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഞാനിതൊരു ഏവറേജ് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് 1.5 ദിവസം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്, യാതൊരു കുഴപ്പമില്ലാതെ. അപ്പൊ അത്രയും നല്ല ബാറ്ററി ബാക്കപ്പ് ഒക്കെ നമുക്ക് ഈ ഫോണിന് കിട്ടുന്നുണ്ട്. ഇനി ഫോണിന്റെ സൗണ്ട് ക്വാളിറ്റി എത്രമാത്രം ഉണ്ട് എന്ന് കേട്ടു നോക്കാം. ഡുവൽ സ്പീക്കേഴ്സ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നോർമലി ഒരു ഫോണിൽ നമുക്ക് 100% ആണ് വോളിയം കിട്ടാറ്. പക്ഷേ ഇതിൽ ഒരു ഫോണിൽ നമുക്ക് 300% ആണ് വോളിയം കിട്ടുന്നത്. അൾട്രാ വോളിയം മോഡ് എന്നുള്ള ഓപ്ഷനിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ലൗഡ് ഉണ്ടാവും എന്നാണ് പറയുന്നത് കമ്പനി. എന്തായാലും നമുക്കൊന്ന് കേട്ട് നോക്കാം. What do we know? There were 5 shooters. This was a coordinated terrorist attack, sir. I was a wartime general. Now I'm a wartime president. Your inner circle's been compromised. Let me fix it. Watch yourself. You're not Steve Rogers. അപ്പോൾ നല്ല ലൗഡ് സൗണ്ടും അത്യാവശ്യം നല്ല സ്റ്റീരിയോ സൗണ്ടും നമുക്ക് ഇതിൻ്റെ സ്പീക്കറിൽ നിന്ന് കിട്ടുന്നുണ്ട്. അടിപൊളിയാണ്. ഈ ഒരു പ്രൈസിന് ഈ ഒരു ഫോൺ വർത്താണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ഫോണിൽ വേണ്ട ഫീച്ചേഴ്സിനെക്കാട്ടും കാര്യങ്ങൾ ഇതിൽ കുത്തി നിറച്ചിട്ടാണ് നമുക്ക് ഈ ഫോൺ തന്നിട്ടുള്ളത്. അൺബ്രേക്കബിൾ ആയിട്ടുള്ള ഫോണും, അതും 2 മീറ്റർ ഹൈറ്റിൽ നിന്ന് ഇട്ടാൽ പോലും പൊട്ടില്ല എന്നാണ് കമ്പനി പറഞ്ഞത്. നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻസ് ആണ് കിട്ടുന്നത്, ഹീറ്റ് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള അടിപൊളി കർവ്ഡ് ഡിസ്പ്ലേ. പെർഫോമൻസ് സൈഡ് ആണെങ്കിലും ബാറ്ററി സൈഡ് ആണെങ്കിലും ചാർജിങ് സൈഡും ക്യാമറ സൈഡും സൗണ്ട് ക്വാളിറ്റി ഒക്കെ തന്നെ അടിപൊളിയാണ് ഇതിൽ വരുന്നത്. കുറച്ച് ദിവസം ഞാൻ യൂസ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഒരു കുഴപ്പം എനിക്കിത് തോന്നിയിട്ടില്ല. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2-3 മാസമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഏതൊരു ഫോണിനും നമുക്ക് പ്രശ്നമുണ്ടോ ഇല്ലയെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒരു റിവ്യൂ കണ്ടിട്ടും നിങ്ങൾ ഫോൺ എടുക്കരുത്. ഡയറക്റ്റ് സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഫോൺ എടുക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ അഭിപ്രായം കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഇത്രയുള്ള നമ്മളെ ഹോണർ X9C എന്ന മോഡലിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.